ഇന്നൊരു മലയാളം സ്റ്റഡി വ്ലോഗ് കണ്ടാലോ? ഇപ്പം നോമ്പൊക്കെ ആയിരുന്നു, നല്ല മടിയാട്ടോ പഠിക്കാൻ തന്നെ. ഇപ്പോൾ വല്ലപ്പോഴൊക്കെ അല്ലേ എക്സാമുള്ളൂ, അതുകൊണ്ട് തന്നെ അന്ന് പഠിക്കാം ഇന്ന് പഠിക്കാം എന്നൊക്കെ ഓർത്തോർത്തോർത്ത് ലാസ്റ്റ് എക്സാമിൻ്റെ തലേന്നാണ് പഠിക്കാൻ തുടങ്ങുന്നത്. മലയാളം പക്ഷേ ഞാൻ വലിയതായിട്ട് പഠിക്കാറില്ല. പിന്നെ അതുമല്ല, ആ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞ് വെച്ചാൽ മാത്രം മതി മലയാളമായാലും സബ്ജക്ട്സ് എല്ലാം ഞാൻ അങ്ങനെയാണ് പഠിച്ചിട്ട് പോകാറ്. നോട്ട് പിന്നെ എഴുതുന്നത് സ്കൂളിൽ സബ്മിറ്റ് ചെയ്യാൻ പറയുമ്പോൾ മാത്രം എഴുതുന്ന കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നിനും ഞാൻ എഴുതാറില്ല. പിന്നെ നോട്ടിൻ്റെ ആവശ്യമില്ല, ടെക്സ്റ്റിൽ ആ ഒരു പാഠം നന്നായിട്ട് വായിച്ചിരിക്കും കേട്ടോ. പിന്നെ ഗീവ് അവേയുടെ കാര്യങ്ങളൊക്കെ കുറച്ച് പറയാനുണ്ട്, അതൊക്കെ പറയാട്ടോ നമുക്ക്. നേരത്തെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിന് വലിയ റീച്ച് അങ്ങ് കയറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗീവ് അവേ എല്ലാവരും അറിയട്ടെ എന്ന് വിചാരിച്ചാണ് വീണ്ടും ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ആ വീഡിയോ കണ്ടവരാണെങ്കിലും ജസ്റ്റ് ഒന്ന് കണ്ടോട്ടെ, വീഡിയോ യൂസ്ഫുൾ ആയെങ്കിലോ. സബ്ജക്ട്സിനൊക്കെ എനിക്ക് അത്യാവശ്യം മാർക്കുണ്ട്, പക്ഷേ ഇംഗ്ലീഷ് 9th എത്തിയപ്പോഴേക്കും ജസ്റ്റ് ഗ്രാമറിൻ്റെ മിസ്റ്റേക്സൊക്കെ വരുമ്പോൾ അങ്ങനെ മാർക്ക് കൊണ്ട് കേട്ടോ, അങ്ങനെ A+ ഉണ്ട്. ഇനി ഗീവ് അവേ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇനി ഇടുന്ന വീഡിയോസിലെല്ലാം കമൻറ്റ്സ് ഇടുക. നല്ല നല്ല കമൻറ്റ്സ് ഇടുന്ന ആളുകളെ ഞാൻ റാൻഡായിട്ട് സെലക്ട് ചെയ്യുന്നതാണ്. അതും ടോപ്പ് കമൻറ്ററിനെയാണ് ഇച്ചിരി സ്പെഷ്യലായിട്ട് സെലക്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ സ്റ്റഡി വ്ലോഗ് ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.